ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളൊരു യാത്രയ്ക്ക് പോവാട്ടോ. എങ്ങോട്ടാന്ന് അറിയാം, നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയില്ലേ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. അത് എവിടെയാ? മലപ്പുറത്തേക്കാണ് നമ്മളിപ്പോൾ പോണത്. ഇപ്പൊ സമയം കണ്ടില്ലേ, കാണാനുണ്ടോന്ന് എനിക്കറിയില്ല. 6:28 6:30 നമ്മുടെ അടുത്ത് അവിടെ എത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഭയങ്കര ഷാർപ്പാണ് ടൈമിംഗ് ഒക്കെ. ഞാൻ ഒരു ചെറിയ ബാഗ് എടുത്തിട്ടുണ്ട്. നേരം പുലർന്ന് വരണേ ഉള്ളു. കാണിച്ചെടുത്തേ, കണ്ടില്ലേ, സൂര്യനൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. കഷ്ടപ്പെട്ട് നമ്മൾ ഉറക്കത്തിന്നൊക്കെ എഴുന്നേറ്റു ഗൈസ്. അപ്പൊ ഞാൻ അധികം വൈകിക്കല്ല. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്റെ ഫ്രണ്ട് ജ്യോതി അങ്ങോട്ടേക്ക് സ്റ്റാൻഡിലേക്ക് വരാന്ന് പറഞ്ഞു. അവിടുന്ന് ബസ് കയറിയിട്ടാട്ടോ നമ്മൾ പോണേ. അപ്പൊ വായോ, നമുക്ക് പോയിട്ട് ആ യൂണിവേഴ്സിറ്റി എങ്ങനെയുണ്ട്, എത്ര വലിയ യൂണിവേഴ്സിറ്റിയാണ്. കുറെ നാളെ ഞാൻ കാണുമെന്ന് വിചാരിക്കുന്നത്. ഇങ്ങനെ ഒരു സന്ദർഭം കിട്ടിയ സ്ഥിതിക്ക് നമുക്ക് പോയിട്ട് കണ്ടിട്ട് വരാം. അപ്പൊ ഓക്കെ. അതിന് ഉച്ചയോടുകൂടി തിരിച്ചു വരാൻ പറ്റും തോന്നുന്നുണ്ടല്ലേ. 2 മണിയുടെ മുന്നേ കയറാണെങ്കിൽ ബ്ലോക്കില്ലാണ്ട് തിരിച്ചെത്താം. അല്ലെങ്കിൽ ഭയങ്കര ബ്ലോക്കാവും തോന്നുന്നു. അവളെ കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങുന്നു പറഞ്ഞു. കുറച്ചാട്ടം മുമ്പ് വിളിച്ചു. ക്രിസ്മസിന്റെ സാധനങ്ങളൊന്നും നമ്മൾ ഊരിയിട്ടില്ല കേട്ടോ. ജനുവരി ആയി, ഇപ്പം ഊരണം എന്തായാലും. അച്ഛനധികം ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വെച്ചാൽ സ്റ്റാൻഡ് കണ്ടപ്പോഴേ പൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. പിന്നെയാണ് മനസ്സിലായത് തലേന്ന് ഞാൻ ഹെൽമെറ്റ് ഊരിയിട്ടുണ്ടായിരുന്നു. തലയ്ക്ക് എന്തോ ഒരു ഭാരം പോലെ. പിന്നെ ഞാൻ അച്ഛനെ നേരെ വിളിച്ച്. അച്ഛൻ അത്ര വീട് വരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. ഇതിലൊക്കെ ഞാൻ തലയിൽ വെച്ചിട്ട് തന്നെയാ പോയത്. അവിടെ എന്തോ ഒരു ഭാരം. അവളവിടെ ഉണ്ടാവും. ഞാൻ നോക്കിയില്ല. അപ്പൊക്കെ അച്ഛനെ വിളിച്ച് ഗൈസ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ അവളെ തപ്പി കണ്ടുപിടിക്കാൻ അത്ര വലിയ സമയമൊന്നും കൊടുത്തില്ല. ആളവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ബസ് കിട്ടി ഒരു 7 മണിയായപ്പോൾ. 6:30 ആയപ്പോഴാട്ടോ നമ്മളവിടെ എത്തിയത്. 7 മണി 7:20 ആയി ബസ് അവിടെ നിന്ന് എടുത്തപ്പോൾ. അങ്ങനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇറങ്ങി നേരെ ഓട്ടോയിലാട്ടോ നമ്മളങ്ങോട്ട് പോയി. നമ്മൾ സക്സസ്ഫുള്ളി എത്തി ഗൈസ്. ഈ കാണുന്നതാട്ടോ സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം കുറേ പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു. ഫോം പക്ഷെ പെട്ടെന്ന് സംഭവം തന്നെയുണ്ടായിരുന്നു. അവള് പെണ്ണെടുക്കാണ്ടാട്ടോ ഫോം എഴുതാൻ വന്നത്. പേന മേടിക്കാൻ പറഞ്ഞു. എവിടെ പേന എവിടെ? എന്നിട്ടത് എത്ര രൂപയാ? 405 രൂപയായി. അവര് ചെയ്തത് എങ്ങനെ? അങ്ങനെ നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഒരു തിണ്ണ പോലത്തെ ഒരു സ്ഥലം കണ്ടപ്പോൾ അവിടെ പൊത്തിപ്പിടിച്ച് കയറി ഇരുന്നു കേട്ടോ. അതെങ്ങനെ ഞാൻ അങ്ങനെ എഴുതിയെന്ന് എനിക്കിപ്പോഴും വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ അവളുടെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ശ്രദ്ധിച്ച് സൂക്ഷിച്ചൊക്കെ എഴുതി കൊടുത്തു. പിന്നെ പേയ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. ഒരുവിധ സംഭവങ്ങളൊക്കെ നമ്മൾ സ്വയം ചെയ്യണത് തന്നെയാണ്. അവിടെ പോയിട്ട് ആ ചലാൻ നമ്പർ മാത്രം കാണിച്ച് കഴിഞ്ഞാൽ സംഭവമൊക്കെ അറിയും. ഗൈസ്, നമ്മൾ ഇത്ര പെട്ടെന്ന് പണി തീരുന്നു വിചാരിച്ചില്ല. കൂടിപ്പോയ ഒരു 15 മിനിറ്റ് പോലും എടുത്തില്ല എന്ന് തോന്നുന്നു അവരുടെ സംഭവങ്ങളൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭയങ്കര പെട്ടെന്നായിരുന്നു. കാരണം ഞാൻ വൈകുന്നേരം എത്തുന്നായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത്ര പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചില്ല. പിന്നെ അടുത്ത് വല്ല പോയി എൻ്റർടൈൻ ചെയ്യാൻ വല്ല സ്ഥലം ഉണ്ടാവും തപ്പന്നൊക്കെ. ഇപ്പം ഭയങ്കര ദൂരമായിരുന്നു. പിന്നെ നമ്മൾ ബസ്സിലൊക്കെ അല്ലേ വന്നത്. വണ്ടിയില്ലാത്ത നമ്മൾ പോകാനൊന്നും നിന്നില്ല. അങ്ങനെ മലപ്പുറം ബിരിയാണി ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് ഗൈസ്. നല്ല ചിക്കനായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ബിരിയാണി അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. മസാല അധികമുള്ള കാരണം. ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ മസാല ഭയങ്കര കുറവാണ്. ചിക്കനൊക്കെ ഇങ്ങനെ തൊടുമ്പോഴേക്ക് ഇങ്ങനെ പൊട്ടിപ്പോവായിരുന്നു. അത്രയും സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അപ്പം തന്നെ ഫുഡ് കഴിച്ചാൽ എന്താണെന്ന് വെച്ചാൽ പിന്നെയും നമ്മൾ ബസ് കയറി കഴിഞ്ഞാൽ പിന്നെ 4 മണിയൊക്കെ ആവും വൈകിട്ട് എത്താം. അപ്പോൾ വിശന്നിരിക്കണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് നമ്മൾ പപ്സും കട്ടനും ചായയൊക്കെ കുടിച്ചതിന് ശേഷം ഒരു ബിരിയാണി കൂടി കഴിച്ചിട്ട് അവിടെ നിന്ന് മടങ്ങി കേട്ടോ. അങ്ങനെ നമ്മൾ ബസ്സിൽ ഇറങ്ങി. ആദ്യം കയറിയപ്പോൾ ഭയങ്കര ആവേശമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല വെയിലൊക്കെ വന്ന് ഉറങ്ങി. അതിൻ്റെ ആദ്യം നമ്മളൊരു ബസ് തെറ്റി കയറിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇവള് കയറിക്കോന്ന് നമ്മൾ കയറുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞാൽ കണ്ടക്ടർ വന്ന് ബോർഡ് മാറ്റിയപ്പോഴാണ് മനസ്സിലായി ബസ് മാറിപ്പോയാ. എന്താ ഭാഗ്യം ചോദിച്ചു. അപ്പം തന്നെ നമ്മൾ ഇറങ്ങി.
ഇതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. ഓക്കെ, നമ്മളിവിടെ എത്തി പരിപാടിയൊക്കെ കഴിഞ്ഞതേ ഇപ്പോൾ തിരിച്ച് മടങ്ങാണ്. ഓക്കെ, ഇനി ബസ്സിൽ വെച്ച് തന്നെ കാണാം. ഗൈസ്, അങ്ങനെ പോണ വഴി ഇലക്ട്രിക് വെഹിക്കിൾ സ്റ്റേഷനൊക്കെ കണ്ടു കേട്ടോ. അത് നമുക്ക് എടുത്ത് ഓടിക്കാനുള്ളതാണോ അതോ അവിടുത്തെ ആൾക്കാർക്ക് എടുത്ത് ഓടിക്കാനുള്ളതാണോ എന്നറിയില്ല. പിന്നെ അവളുടെ പൂ പോലത്തെ കുടയൊക്കെ നിവർത്തി വരുന്നുണ്ടായിരുന്നു. എനിക്ക് തൊപ്പിയൊക്കെ ഉണ്ടായിരുന്നു, ഞാനൊന്നും എടുത്ത് വയ്ക്കാനൊന്നും പോയില്ല. നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ ആയപ്പോഴേക്കും തന്നെ. പിന്നെ ഓട്ടോയിൽ വന്നുകൊണ്ടെങ്കിൽ ഇതൊന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങ് ദൂരെയാന്ന് തോന്നുന്നു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി. നമുക്ക് വേറൊരു വിങ്ങായാലും അവിടെ വരെ പോകേണ്ട ആവശ്യം വന്നില്ല. പിന്നെ നേരെ ബസ് സ്റ്റാൻഡിൽ കയറി ബസ് സ്റ്റോപ്പിൽ ബസ് കയറി പോയി കേട്ടോ. ഈ കാണുന്ന ബസ് സ്റ്റാൻഡിൽ വെച്ച് കുറച്ച് ശേഷം ഒരാൾ വന്നിട്ട് നമ്മളെ ആകെ പേടിപ്പിച്ച് ഭയന്നു പോയേ. കുറച്ച് നേരം ബസ് കയറിയപ്പോൾ നമ്മൾ ആ സംഭവങ്ങളൊക്കെ മറന്ന് കാറ്റൊക്കെ കൊണ്ട് ആസ്വദിക്കുകയാണ്. ബസ്സിൽ വെച്ചിട്ട് നമ്മൾ ഉറങ്ങിപ്പോയിട്ടോ തിരിച്ച് വരുന്ന വഴി. കാരണം നല്ല ചൂടൊക്കെ ഉണ്ട്. അവളങ്ങനെ ഇറങ്ങിപ്പോന്നി. പിന്നെ ഞാൻ വീട്ടിലെത്തിട്ടോ. അയ്യോ ഗായ്സ്, നമ്മൾ ശരിക്കും വയ്യാണ്ടായിപ്പോയി. അവിടെ നിന്ന് വെയിലൊക്കെ കൊണ്ട് അയ്യോ ഭയങ്കര ടയേർഡായിപ്പോയി ഗൈസ്. അതിൻ്റെ ഇടയിൽ എനിക്കൊരു വൃത്തികെട്ട അനുഭവം കൂടി ഉണ്ടായി. ആ ബസ് സ്റ്റോപ്പില്ലേ, ആ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ ഒരാൾ, ഒരുമാതിരി വെളിവില്ലാത്ത ഒരാൾ, അയാൾ വന്നിട്ട് എന്താ പറയുക ഇങ്ങനെ നോക്കി തന്നെ. അപ്പം ഞാൻ മൈൻഡില്ലാത്ത പോലെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ അവിടെ. എന്നിട്ടാണ് ആളിങ്ങനെ വന്നിട്ട് അങ്ങനെ ഒരു പരിചയമില്ലാത്ത ഒരാൾ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. നമ്മളിങ്ങനെ വേറെ സ്ഥലത്തൊക്കെ നോക്കിയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ട് അയാൾ നമ്മളിങ്ങോട്ട് നീങ്ങുമ്പോൾ അയാൾ അങ്ങോട്ട് വരിക, വന്ന് അടുത്തേക്ക് നിൽക്കുക. പിന്നെ ഇപ്പത്തോട് നിങ്ങൾക്ക് പിന്നെയും പിന്നാലെ വരിക, അടുത്തേക്ക് നിൽക്കുക. എനിക്ക് ആക്ച്വലി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം ആ സമയത്ത് എനിക്ക് ഭയങ്കര ടെൻഷൻ കയറിയിട്ട് ശരിക്കും മേടിച്ചു പോയി. എനിക്കപ്പോൾ വീഡിയോ എടുത്ത് കയ്യിൽ പിടിക്കുക എന്നുള്ളൊരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. വേഗം ബസ് കയറിയപ്പോൾ വേഗം ആ ബസ്സിൽ കയറി പോരാ ചെയ്തേ. അങ്ങനെ ആ ഒരു അനുഭവം എന്താല്ലേ ആൾക്കാരിങ്ങനെ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവില്ല. അവസാനം ബസ് കയറാറായപ്പോൾ അയാൾ എൻ്റെ മുന്നേ വന്ന് നിന്ന്. ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കാത്ത പോലെ ഇങ്ങനെ കാണാത്ത പോലെയൊക്കെ ഇരുന്ന്. പക്ഷെ പിന്നെ അയാൾ എൻ്റെ കണ്ണ് മുന്നിൽ വന്നിട്ട് ഇങ്ങനെ ഹലോ കൈയൊക്കെ കാണിച്ച്. അപ്പം ഞാൻ താൻ പോടോ എന്നൊക്കെ പറഞ്ഞ്. എന്ത് മനുഷ്യരാ വെറുതെ രണ്ട് പെൺപിള്ളേരിക്കുമ്പോൾ ഇങ്ങനെ ശല്യം ചെയ്യാൻ വരാ. അത് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയായി പോകും ഗൈസ്. ആള് അവിടെ നിൽക്കണ ബാക്കി പെൺപിള്ളേരുടെ പിന്നാലെ പോകണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ പിന്നാലെ കുറച്ച് അധികം നേരം നിന്നാ അന്ന് എനിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ല എന്നുള്ളൂ. കഴിച്ച ബിരിയാണിയൊക്കെ ആവടി അങ്ങനെ എങ്ങനെയോ പോയി. അത് ബസ്സിലിരുന്ന് നമ്മൾ നല്ല വെയിലുള്ള സൈഡാണ് നോക്കിയിരുന്നേ കാണിച്ചിരുന്നെങ്കിൽ. അത് വീട്ടിലെത്തിയിട്ട് ഞാൻ വരണ വഴി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു ടിവിയും കണ്ട്. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതെന്താ സാധനം എന്നറിയില്ല, ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് പോപ്സിൻ്റെ കുഴപ്പമില്ല, നല്ല ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഗൈസ്. പക്ഷെ പണ്ടത്തെ നമ്മുടെ പണ്ട് എന്തോ ഒരു സാധനം നല്ല ടേസ്റ്റ് ഉള്ളത്. അയ്യോ ബൈറ്റാ, എന്ത് ബൈറ്റ് സംഭവത്തിന്റെ പേര് ഞാൻ പറഞ്ഞുപോയി. എനിക്ക് അറിയാമെങ്കിൽ കമന്റ് ചെയ്യട്ടോ. അതിൻ്റെ അത്രയൊന്നും ഇല്ല ഇത്, എന്നാലും ഒരു തട്ടിക്കൂട്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അടുത്ത വ്ളോഗിൽ കാണുന്നവരെ ബൈ ഗായ്സ്. ഞാൻ പോയിട്ടൊന്ന് ഉറങ്ങി എഴുന്നേക്കട്ടെ.